Hi, it's me Rajni from High Top Education. Today we are going to discuss a new chapter from our English textbook. It's a short story. Its name Three Questions written by Leo Tolstoy. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിയോ ടോൾസ്റ്റോയുടെ വളരെ രസകരമായിട്ടുള്ള ത്രീ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. The story about a king who feels it's necessary to know the answers of three questions that arouse in his mind. Also, he feels he can rule his people well by knowing the answers. ഇവിടെ ത്രൂ ദ സ്റ്റോറിയിൽ പറയുന്ന എന്താണ്, ഒരു രാജാവ് അല്ലെ, എ കിങ് ഹു ഫീൽസ് ഇറ്റ് നെസസറി ടു നോ ദ ആൻസേഴ്സ് ഓഫ് ത്രീ ക്വസ്റ്റ്യൻസ് ഇൻ ഹിസ് മൈൻഡ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ത്രീ ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് പറയുന്നത്. അത് മാത്രമല്ല, ഹി ഫീൽസ് ദാറ്റ് ഹി ക്യാൻ റൂൾ ഹിസ് പീപ്പിൾ വെൽ നോയിങ് ദ ആൻസേഴ്സ്. ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിഞ്ഞാൽ മാത്രമാണ് തനിക്ക് തന്റെ രാജ്യത്തെയും അതുപോലെ തന്നെ ജനങ്ങളെയും എന്ത് ചെയ്യുള്ളൂ, വേണ്ട രീതിയിൽ സേവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. ഹി പോസ്ഡ് ദോസ് ക്വസ്റ്റ്യൻസ് ടു ഹിസ് മിനിസ്റ്റേഴ്സ് ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എനി സാറ്റിസ്ഫാക്ടറി ആൻസേഴ്സ്. So finally, the king decided to visit a well-known hermit in disguise to know the answers for his questions. അങ്ങനെ രാജാവ് എന്ത് ചെയ്യാണ്, ഈ ഒരു ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യാണ്, മറ്റുള്ളവരുടെ തന്റെ മിനിസ്റ്റേഴ്സിന്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. ബിക്കോസ് ഹി നീഡ്സ് ആൻസർ, അദ്ദേഹത്തിന് അതിന്റെ ഉത്തരം ആവശ്യമായിരുന്നു. ദെൻ പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നില്ല, തന്റെ മിനിസ്റ്റേഴ്സിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നൊന്നും അദ്ദേഹത്തിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഉത്തരങ്ങൾ കിട്ടിയില്ല. ദെൻ ഫൈനലി ദ കിങ് ഡിസൈഡഡ് ടു വിസിറ്റ് എ വെൽ നോൺ ഹെർമിറ്റ് ഇൻ ഡിസ്ഗൈസ് ടു നോ ദ ആൻസേഴ്സ്. അവസാനം അദ്ദേഹം തീരുമാനിക്കുകയാണ് ഒരു ഹെർമിറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ. അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, തനിക്ക് തന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. സോ വിൽ ദ കിങ് ഗെറ്റ് ഹിസ് ആൻസേഴ്സ്? അപ്പോൾ നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ കിട്ടുമോ എന്നുള്ളത്, അല്ലെ. സോ ഹിയർ വൺസ് അഗെയിൻ ത്രീ ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ലിയോ ടോൾസ്റ്റോയ്. ഓക്കെ, സോ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ഹിയർ ഗിവൺ ദ സ്റ്റോറി. ദെൻ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഒരുപക്ഷെ ഇതൊരു വലിയ സ്റ്റോറി ആയിരിക്കും, നമ്മൾ അതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള കോണ്ടന്റ് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. Once a king had three questions in his mind and also he believed if he knew the answers of these questions he can't be conquered by anyone in the world. ഒരിക്കലും ഒരു രാജാവ്, അല്ലെ, രാജാവിന് എന്ത് ചെയ്യാണ്, തന്റെ മനസ്സിൽ ഒരു മൂന്ന് ചോദ്യം തോന്നുകയും ആ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയാൽ മാത്രമേ തനിക്ക് തന്റെ ഭരണം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ചിന്തിക്കുകയും ചെയ്യാണ്. Those three questions were: what is the right time to begin something, whom he should listen to on, and what is the most important work. ഏതൊക്കെയായിരുന്നു ആ മൂന്ന് ചോദ്യങ്ങൾ? There are three questions in his mind. The first question is, എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം, അല്ലേ, what is the right time to begin something? നല്ല കാര്യങ്ങൾ തുടങ്ങാനുള്ള സമയം എപ്പോഴാണ്, അല്ലെ. Then here the second question, whom he should listen to, അല്ലെ, ആരെയാണ് താൻ കേൾക്കേണ്ടത്. And the remaining third one is, what is the most important work? എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് തന്റെ ലൈഫിൽ എന്നുള്ളത്. ഓൾസോ ഹി അനൗൺസ്ഡ് എ റിവാർഡ് ഫോർ എനിവൺ ഹു വുഡ് ഗിവ് എ സാറ്റിസ്ഫാക്ടറി ആൻസർ. അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ആൾക്ക് എന്ത് ചെയ്യാണ്, അദ്ദേഹം ഒരു റിവാർഡ് കൂടി എന്ത് ചെയ്തു, ഓഫർ ചെയ്തു, അല്ലെ. അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ മൂന്ന് ചോദ്യങ്ങളായിരുന്നു. ആ മൂന്ന് ചോദ്യങ്ങൾ എന്ത് ചെയ്യാണ്, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയാല് അദ്ദേഹം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഉത്തരം നൽകുന്ന ആൾക്ക് എന്ത് ചെയ്യാണ്, ഒരു റിവാർഡ് ഓഫർ ചെയ്യാണ്. Then to the questions of the king he received various answers which didn't satisfy the king. അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടി, അല്ലെ, പല തരത്തിലുള്ള ഉത്തരങ്ങൾ കിട്ടി. പക്ഷെ ഈ ഉത്തരങ്ങളൊന്നും കിട്ടിയിട്ട് എന്ത് ചെയ്തില്ല, അതൊന്നും അദ്ദേഹത്തിനെ സാറ്റിസ്ഫൈ ചെയ്തില്ല. For the first question they said, some said to prepare a timetable or go to magician and so, അല്ലെ. അപ്പോ ചിലരെന്ത് പറഞ്ഞു, അല്ലെ, നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക, അല്ലെ, അല്ലെങ്കിൽ എന്താണ്, ഒരു മജീഷ്യനെ പോയിട്ട് കാണുക. അങ്ങനെയായിരുന്നു ആദ്യത്തെ ചോദ്യം, അല്ലെ. ആദ്യത്തെ ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു, അല്ലെ, ഒരു ശരിയായ പ്രവൃത്തി തുടങ്ങാനുള്ള ശരിയായ സമയം ഏതാണെന്നുള്ളത്, അല്ലെ. അപ്പൊ അതിന് ഒന്നുകിൽ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതർവൈസ് എന്ത് ചെയ്യാണ്, ഗോ ടു മജീഷ്യൻ, അല്ലെ, ഒരു മജീഷ്യനെ കാണുക. അങ്ങനെ for the second also similar answers were given to the king to have a council of ministers, doctors and so on. For the final question the answers were science, religious practices. The king didn't find any answers satisfactory. Finally the king decided to go to a wise hermit in the kingdom.
അങ്ങനെ അദ്ദേഹത്തിന്റെ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല, കിട്ടിയില്ല. ഒരുപാട് പലതരത്തിലുള്ള ഉത്തരങ്ങൾ വന്നു, പക്ഷെ ഒരു ഉത്തരം പോലും എന്ത് ചെയ്യുന്നതായിരുന്നില്ല, അദ്ദേഹത്തിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതായിരുന്നില്ല. ഫൈനലി ദ കിങ് ഡിസൈഡഡ് ടു വിസിറ്റ് എ ഹെർമിറ്റ്, അല്ലെ? അങ്ങനെ ഒരു ഹെർമിറ്റിനെ കാണാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാണ്, അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, തന്റെ യാത്ര പുറപ്പെടുന്നു, അല്ലെ? ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണുന്നുണ്ട് നമുക്ക് ദ കിങ്, ദെൻ ഹി മീറ്റ്സ് ദ ഹെർമിറ്റ്, അല്ലെ? ദ പേഴ്സൺ ഡിഗ്സ്, അദ്ദേഹം എന്ത് ചെയ്യാണ്, കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, അല്ലെ? ഇവിടെ കുറെ പിക്ചേഴ്സുകൾ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കാം, അല്ലെ? ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? അങ്ങനെ ഹെർമിറ്റ് എവിടെയാ താമസിച്ചിരുന്നത്? ഹെർമിറ്റ് ലിവ്ഡ് ഇൻ ദ വുഡ്സ് ഓൾ അലോൺ ആൻഡ് റിസീവ്ഡ് ആൻഡ് സ്പോക്ക് ടു കോമൺ പീപ്പിൾ, അല്ലെ? ഹെർമിറ്റ്, അല്ലെ, ഒരുപാട് മരങ്ങൾക്കിടയിലാണ് താമസിച്ചിരുന്നത്, ഒറ്റയ്ക്കായിരുന്നു. ആൻഡ് റിസീവ്ഡ് ആൻഡ് സ്പോക്ക് ടു കോമൺ പീപ്പിൾ, അല്ലെ, സാധാരണക്കാരായ ആളുകളെ ഒക്കെ സംസാരിച്ച് വളരെ നല്ല രീതിയിൽ. സോ ദി കിങ് ഡിസ്ഗൈസ്ഡ് ഹിംസെൽഫ് ആസ് എ കോമൺ മാൻ ആൻഡ് വെന്റ് ടു ദ ഹെർമിറ്റ്. അപ്പോ അദ്ദേഹം, അല്ലെ, ഒരു ഹെർമിറ്റ് ആയതുകൊണ്ട് തന്നെ വി നോ ദാറ്റ് ദാറ്റ് ഇസ് എ സിമ്പിൾ പേഴ്സൺ, ഒരു സിമ്പിൾ പേഴ്സൺ ആണ്. അപ്പോ രാജാവ് എന്ത് ചെയ്തു, തന്റെ യാത്ര പുറപ്പെട്ട് എന്ത് ചെയ്തതാണ്, അല്ലെ, അദ്ദേഹത്തിന്റെ ഹെർമിറ്റിന്റെ ആ ഹട്ട്, അല്ലെ, അദ്ദേഹത്തിന്റെ ആ വീടിനടുത്ത് എത്താനായപ്പോഴേക്കും എന്ത് ചെയ്തു, തന്റെ പരിവാരങ്ങളോട്, തന്റെ മന്ത്രിയും കൂടെയുള്ള ആളുകളോടൊക്കെ എന്ത് പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ നിന്നോളൂ, ഞാൻ തനിയെ പോയിക്കോളാം, അല്ലെ, ഒരു കോമൺ മാനെ പോലെ ഞാൻ അവിടേക്ക് ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പരിവാരങ്ങളൊന്നുമില്ലാതെയാണ് എന്ത് ചെയ്തത്, അല്ലെ, രാജാവ് ഒറ്റയ്ക്ക് പോയി, അല്ലെ, തന്റെ കുതിരയെയോ കൂടെയുള്ള ആരെയും തന്നെ എന്ത് ചെയ്തില്ല, രാജാവ് കൂടെ കൂട്ടിയില്ല. രാജാവ് എന്ത് ചെയ്തു, രാജാവ് ഹെർമിറ്റിന്റെ അടുത്തേക്ക് എത്തി. വെൻ ദ കിങ് അറൈവ്ഡ് ഹി ഗ്രീറ്റഡ് ദ ഹെർമിറ്റ്, അല്ലെ? അങ്ങനെ എന്ത് ചെയ്തു, രാജാവ് ഹെർമിറ്റിന്റെ അടുത്ത് എത്തി. ആ സമയത്ത് എന്ത് ചെയ്യാണ്, ദ ഹെർമിറ്റ് ഓൾസോ ടുക്ക് എ മിനിറ്റ് ആൻഡ് ഗ്രീറ്റഡ് ദ കിങ് ആൻഡ് കണ്ടിന്യൂ ഡിഗിങ് ദ ലാൻഡ് വിച്ച് ഹി വാസ് ഡൂയിങ് ഈവൻ ബിഫോർ ദ അറൈവൽ ഓഫ് ദ കിങ്. അപ്പൊ രാജാവ് ചെന്ന സമയത്ത് ഹെർമിറ്റ് വാസ് ഡിഗിങ്, അല്ലെ? ഹെർമിറ്റ് എന്ത് ചെയ്യാണ്, അവിടെ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാജാവിനെ കണ്ടപ്പോ, അപ്പൊ ഇത് ഒരു കോമൺ പേഴ്സൺ ആയിട്ട്, ഒരു കോമൺ മാൻ ആയിട്ടാണ് രാജാവ് വന്നിട്ടുള്ളത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, അവിടെ പ്രത്യേകിച്ച് ഒരു എന്താണ്, ഒരു ചടങ്ങുകളുടെ ഒന്നും ആവശ്യമില്ല. രാജാവ് ഹെർമിറ്റിനെ ഗ്രീറ്റ് ചെയ്തു, തിരിച്ച് ഹെർമിറ്റും ഗ്രീറ്റ് ചെയ്തു. അങ്ങനെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, അദ്ദേഹം രാജാവ് വരുന്നതിന് മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അദ്ദേഹം എന്ത് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹം അവിടെ ഇങ്ങനെ ഡിഗ് മീൻസ് എന്താണ്, കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദ കിങ് റൈസ്ഡ് ഹിസ് ക്വസ്റ്റ്യൻസ് ടു ദ ഹെർമിറ്റ്, അല്ലെ? എന്ത് ചെയ്തു, കിങ് വീണ്ടും ഈ ചോദ്യം ചോദിച്ചു, അല്ലെ? താൻ അന്വേഷിച്ചു വന്ന ഈ 3 ചോദ്യങ്ങളുണ്ട്, അദ്ദേഹത്തിന് ആ ഉത്തരം കിട്ടണം. ദെൻ ആൻഡ് സെഡ് ദാറ്റ് ഹി ഹാഡ് കം ജസ്റ്റ് ടു നോ ദ ആൻസർ ഫോർ ദോസ് ക്വസ്റ്റ്യൻസ്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു 3 ചോദ്യങ്ങളുണ്ട്, ആ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ദർ വാസ് നോ റിപ്ലൈ ഫ്രം ദ ഹെർമിറ്റ്, ഹി ജസ്റ്റ് കണ്ടിന്യൂ ഡിഗിങ്. ഉത്തരം കിട്ടിയോ? നോ, ഹി ഡിഡ്ന്റ് ആൻസർ. അദ്ദേഹം ഉത്തരവൊന്നും പറഞ്ഞില്ല. പകരം എന്ത് ചെയ്തു, ഹി ജസ്റ്റ് കണ്ടിന്യൂ ഡിഗിങ്. അദ്ദേഹത്തിന്റെ ജോലി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ആഫ്റ്റർ സം ടൈം ദ കിങ് എക്സ്റ്റെൻഡഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു ഡിഗ് ദ സോയിൽ ബെഡ് ആൻഡ് ഹെൽപ്പ് ദ ഹെർമിറ്റ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, നമ്മുടെ കിങ് എന്ത് പറഞ്ഞു, ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം ആ എന്ത് ചെയ്തു, അല്ലെ, ആ തൂമ്പ വാങ്ങിച്ചിട്ട് ഹി ഹെൽപ്പ് ദ ഹെർമിറ്റ്, അദ്ദേഹം ഹെർമിറ്റിനെ സഹായിച്ചു. അങ്ങനെ ആഫ്റ്റർ സം ടൈം, വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞു, ഹി അഗെയിൻ റൈസ്ഡ് ഹിസ് 3 ക്വസ്റ്റ്യൻസ്, അല്ലെ? ആദ്യം ചോദ്യം ചോദിച്ചു, അതിനുള്ള ഉത്തരം ഹെർമിറ്റ് കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്തു, ഹെർമിറ്റിന്റെ കയ്യിൽ നിന്ന് തൂമ്പ വാങ്ങിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ കിങ് അവിടെ ഇങ്ങനെ കുഴിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ കിങ് ആ ചോദ്യം വീണ്ടും ചോദിച്ചു, അല്ലെ? എന്തായിരുന്നു ആ 3 ചോദ്യങ്ങൾ? ആൻഡ് ഹെർമിറ്റ് ആസ്ക്ഡ് ദ കിങ് ടു ഗിവ് ഹിം ദ സ്പേഡ് ആൻഡ് ടേക്ക് റെസ്റ്റ്, ബട്ട് ദ കിങ് ഡിനൈഡ് ആൻഡ് കണ്ടിന്യൂഡ് ഡിഗിങ്, അല്ലെ? അപ്പോ ഹെർമിറ്റ് എന്ത് ചെയ്യാണ്, അല്ലെ? മറുപടി പറഞ്ഞോ? ഇല്ല. മറുപടി പറയുന്നതിന് പകരം അദ്ദേഹം എന്ത് ചെയ്തു, ആ സ്പേഡ്, അല്ലെ, ആ തൂമ്പ ചോദിച്ചു, തന്നോളൂ, എന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പക്ഷെ രാജാവ് എന്ത് ചെയ്തില്ല, രാജാവ് ഇതൊന്നും കേട്ടില്ല. രാജാവ് തന്റെ ജോലി കണ്ടിന്യൂ ചെയ്തു, അല്ലെ? ബിക്കോസ് ഹി വാണ്ട്സ് ടു നോ ദ ആൻസേഴ്സ്, അല്ലെ? അദ്ദേഹത്തിന് തന്റെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം കിട്ടണമായിരുന്നു, അല്ലെ? പിന്നെ ഇവിടെ ഒരു പിക്ചർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലെ? എന്ത് സംഭവിച്ചു എന്നുള്ളത്. ദെൻ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ലേറ്റർ ദേ സോ എ ബിയർഡഡ് മാൻ റണ്ണിങ് ടുവേർഡ്സ് ദം ആൻഡ് ആഫ്റ്റർ കമ്മിങ് നിയർ ഹി ഫെയിൻറ്റഡ്. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു താടിയുള്ള ആൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഓടി വരുന്നത് കണ്ടു, അല്ലെ? ആ പിക്ചറാണ് നമ്മൾ ഇവിടെ കണ്ടത്, അല്ലെ? ഇവിടെ ഒരു ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലെ? കുത്തേറ്റ്, അല്ലെ? നിറയെ ബ്ലഡ് ഒക്കെ പോയിട്ട് ഇവിടെ കിടക്കുന്നു. കിങ് ഇവിടെ ഉണ്ട്, കൂടെ നമ്മുടെ ഹെർമിറ്റ് ഉണ്ട്, അല്ലെ? ഇയാൾ ഇവിടെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്, ഇവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് എന്ത് ചെയ്യാം, നോക്കാം.
ഓക്കെ, അപ്പൊ ഓടി വന്നു അല്ലെ. ഓടി വന്നിട്ട് എന്താ പറഞ്ഞത് അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തു, ആകെ തളർന്നിരുന്നു. നിയർ ഹി ഫെയിന്റഡ്. ദ ഹെർമിറ്റ് ആൻഡ് ദ കിങ് ഫൗണ്ട് ഹിം വൗണ്ടഡ് ആൻഡ് ബ്ലീഡിങ് അല്ലെ. അങ്ങനെ ഹെർമിറ്റും രാജാവും നോക്കുമ്പോ എന്താണ്, ആ ഓടി വന്ന ആൾക്ക് മുറിവേറ്റിട്ടുണ്ടായിരുന്നു, ബ്ലീഡിങ് ഉണ്ടായിരുന്നു. They both did first aid and covered the wound and made him sleep inside the house. അങ്ങനെ രണ്ടുപേരും കൂടി രാജാവും അതുപോലെ ഹെർമിറ്റും കൂടി എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തു, മുറിവൊക്കെ കവർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിന് വീടിനുള്ളിൽ എന്ത് ചെയ്തു, പോയി കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സഹായിച്ചു. അങ്ങനെ പിറ്റേന്ന് മോർണിംഗ്, ഏർലി ഇൻ ദ മോർണിംഗ് വെൻ ഹി വോക്ക്, ഹി ആസ്ക്ഡ് ദ കിങ് ടു ഫോർഗീവ് ഹിം ആൻഡ് സെഡ് ദാറ്റ് he was his enemy and he was waiting to kill the king and meanwhile was identified by the king's man and was attacked. അങ്ങനെ പിറ്റേന്ന് രാവിലെ അല്ലെ, അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ എന്ത് ചെയ്യാണ്, രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ആ ബിയേർഡഡ് ആയിട്ടുള്ള ആ സ്ട്രേഞ്ച് പേഴ്സൺ എന്ത് ചെയ്യാണ്, ഹി ആസ്ക്ഡ് ദ കിങ് ടു ഫോർഗീവ് ഹിം അല്ലെ, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞു. ബിക്കോസ് എന്തായിരുന്നു കാരണം, ബിക്കോസ് ഹി വാസ് ഹിസ് എനിമി and he was waiting to kill the king and meanwhile was identified by the king's man and was attacked. അല്ലെ, യഥാർത്ഥത്തില് ഞാൻ നിങ്ങളുടെ ശത്രുവാണ് അല്ലെ. ബിയർഡഡ് മാൻ, ആ സ്ട്രേഞ്ച് പേഴ്സൺ, ആ മുറിവേറ്റ ആളെന്താ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ശത്രുവാണ്, ഞാൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ വരുന്ന വഴിയില് നിങ്ങളുടെ മന്ത്രിമാരും നിങ്ങളുടെ പരിവാരങ്ങളും എന്നെ കണ്ട് തിരിച്ചറിഞ്ഞു, അവരെന്നെ അറ്റാക്ക് ചെയ്തു അല്ലേ. അപ്പോ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ അല്ലേ. ക്ഷമിക്കുക മാത്രല്ല, ആൾസോ ഹി താങ്ക്ഡ് ദ കിങ് ഫോർ സേവിങ് ഹിസ് ലൈഫ് ആൻഡ് ഓൾസോ സെഡ് ഹി വിൽ ബി ഹിസ് സ്ലേവ് ആൻഡ് ദ ഫോളോവിങ് ജനറേഷൻ വിൽ ഡു ദ സെയിം അല്ലേ. അദ്ദേഹത്തിനോട് എന്ത് ചെയ്തു, ക്ഷമിക്കണമെന്ന് മാത്രമല്ല നന്ദി പറയും കൂടി ചെയ്തു അല്ലെ. എന്തിനാണ് നന്ദി പറഞ്ഞത്, ഫോർ സേവിങ് ഹിസ് ലൈഫ് അല്ലെ, ബിക്കോസ് ദ കിങ് സേവ്ഡ് ഹിസ് ലൈഫ്. രാജാവ് എന്ത് ചെയ്തു, ഇയാളുടെ ജീവൻ രക്ഷിച്ചില്ലേ, അപ്പൊ ആയതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു, താങ്ക്സ് പറഞ്ഞു അല്ലേ. അതിന് പുറമെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഹി വിൽ ബി ഹിസ് സ്ലേവ് ആൻഡ് ദ ഫോളോവിങ് ജനറേഷൻ വിൽ ഡു ദ സെയിം അല്ലെ. ഞാൻ നിങ്ങളുടെ ഒരു സ്ലേവ് ആയിരിക്കും. സ്ലേവ് മീൻസ് എന്താണ്, ഒരു അടിമയായിരിക്കും അല്ലെ. എനിക്ക് ശേഷമുള്ള എന്റെ തലമുറയും ഇതേ കാര്യം ചെയ്യും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ എന്ത് ചെയ്തു, ദ കിങ് വാസ് വെരി ഹാപ്പി അല്ലെ. രാജാവിന് വളരെ സന്തോഷം തോന്നി. എന്തുകൊണ്ടാണ് സന്തോഷം തോന്നിയത്, മേക്കിംഗ് പീസ് വിത്ത് ഹിസ് എനിമി ആൻഡ് ഓൾസോ പ്രോമിസ് ടു റിട്ടേൺ ദ പ്രോപ്പർട്ടി ടു ഹിം അല്ലെ. കാരണം ഇദ്ദേഹത്തിന്റെ സ്വത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, രാജാവ് കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിന്റെ കുറേയേറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പറയുന്നത്, രാജാവിന് വളരെ സന്തോഷമായി. കാരണം എന്താണ്, തന്റെ എനിമി ആയിട്ടുള്ള, തന്റെ ശത്രുവായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യാണ്, സന്തോഷവാനാക്കാൻ സാധിച്ചു അല്ലെ. അല്ലെങ്കിൽ എന്താണ്, അദ്ദേഹത്തെ സഹായിക്കാൻ എന്ത് ചെയ്തു, സാധിച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് എന്ത് ചെയ്തു, രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്തു, തനിക്ക് സാധിച്ചു. അത് മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള അയാളുടെ പ്രോപ്പർട്ടി ഒക്കെ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാമെന്ന് എന്ത് ചെയ്യാണ് അല്ലെ, രാജാവ് ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ. ഇപ്പോഴും പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, നമ്മുടെ രാജാവിന് ഉത്തരം കിട്ടിയോ, ഉത്തരം കിട്ടിയിട്ടില്ല അല്ലെ. പിന്നീട് എന്ത് സംഭവിച്ചു, ആഫ്റ്റർ ഓൾ ദിസ് കോൺവെർസേഷൻസ് ദ കിങ് തോട്ട് ഇറ്റ് വാസ് ടൈം ടു ലീവ്. അങ്ങനെ തലേന്ന് വന്നതാണ് അല്ലെ, തലേ ദിവസം വന്നു. അവിടെ എന്ത് ചെയ്തു, ഹെർമിറ്റിന്റെ അടുത്ത് വന്ന് ചോദ്യം ചോദിച്ചു. വീണ്ടും അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു, ഹെർമിറ്റിന്റെ കയ്യിൽ നിന്ന് ആ സ്പേഡ് വാങ്ങിച്ചു അവിടെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സ്ട്രേഞ്ച് പേഴ്സൺ വന്നത് അല്ലെ. അങ്ങനെ പിറ്റേന്ന് കാലത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ എനിമി ആയിരുന്നു, വരുന്ന വഴി എന്ത് ചെയ്യാണ്, ഞാൻ നിങ്ങളെ അല്ലെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നതായിരുന്നു. പക്ഷെ വരുന്ന വഴി നിങ്ങളുടെ സേനയിലുള്ള ആളുകൾ എന്നെ കണ്ട് തിരിച്ചറിയുകയും അവരെന്നെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. എന്നോട് ക്ഷമിക്കൂ, അതുപോലെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചതിൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ കോൺവെർസേഷൻസ് ഒക്കെ കഴിഞ്ഞ്, ആഫ്റ്റർ ഓൾ ദീസ് കോൺവെർസേഷൻസ് ദ കിങ് തോട്ട് ഇറ്റ് വാസ് ടൈം ടു ലീവ് അല്ലെ. രാജാവ് ചിന്തിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം, തിരിച്ചു പോവുകയാണ് നല്ലത് അല്ലെ. ഓൾസോ ഹി തോട്ട് ഹി വുഡ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ ടു ദ ഹെർമിറ്റ്. അപ്പൊ 2 തവണ ചോദിച്ചിട്ട് തനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല, ഞാൻ എന്തായാലും തിരിച്ചു പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റെ ചോദ്യങ്ങൾക്ക് ഒരിക്കൽ കൂടി ഉത്തരം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ വെൻ ഹി വെന്റ് ഔട്ട് ഹി സോ ദ ഹെർമിറ്റ് വാസ് സോയിങ് സീഡ്സ് അല്ലെ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ ഹെർമിറ്റിന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു, ഹട്ടിൽ നിന്നും പുറത്തേക്ക് വന്നു അല്ലെ. ആ സമയത്ത് എന്ത് ചെയ്യാണ്, നമ്മുടെ ഹെർമിറ്റ് എന്ത് ചെയ്യാണ്, ഹി വാസ് സോയിങ് സീഡ്സ് അല്ലെ, വിത്തുകളൊക്കെ ഇങ്ങനെ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി ആസ്ക്ഡ് ഹീസ് ക്വസ്റ്റ്യൻസ് അഗൈൻ. വീണ്ടും നമ്മുടെ കിങ് ചോദ്യം ചോദിച്ചു. ദ ഹെർമിറ്റ് സെഡ്, യു ഗോട്ട് ദ ആൻസേഴ്സ് ഓൾറെഡി. ഹെർമിറ്റ് എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടിക്കഴിഞ്ഞു അല്ലെ. ഇനി നിങ്ങൾ നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ഹാവ് ഓൾറെഡി ഗോട്ട് ദ ആൻസേഴ്സ് അല്ലെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം കിട്ടിയിട്ടുണ്ട്.
അപ്പൊ ദ കിങ് ആസ്ക്ഡ് ഫോർ ആൻ എക്സ്പ്ലനേഷൻ. രാജാവിന് മനസ്സിലായോ? ഇല്ല. സോ ദാറ്റ് ഇസ് വൈ ഹി ആസ്ക്ഡ് ഫോർ ആൻ എക്സ്പ്ലനേഷൻ. അദ്ദേഹം വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുന്ന സമയത്ത് ദ ഹെർമിറ്റ് said, yesterday if the king hadn't helped him the previous day, he would have gone and been killed by the enemy. അല്ലേ? എന്താ ഹെർമിറ്റ് എന്താ പറഞ്ഞത്? ഇന്നലെ നിങ്ങൾ എന്ത് ചെയ്തു? അല്ലേ? ഇവിടെ വന്നു. ആ സമയത്ത് എന്ത് ചെയ്യാണ്? അല്ലെ, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ട് തിരിച്ചു പോവുകയോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സഹായിക്കാതെ തിരിച്ചു പോവുകയോ ചെയ്തിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ഗോൺ ആൻഡ് ബീൻ കിൽഡ് ബൈ ദ എനിമി. അല്ലെ, നിങ്ങൾ ഒരു പക്ഷെ ആ എനിമി നിങ്ങളെ കൊല്ലുമായിരുന്നു, നിങ്ങളുടെ ശത്രു നിങ്ങളെ കൊല്ലുമായിരുന്നു. അല്ലെ, ഇൻസ്റ്റെഡ് ഹി സ്റ്റോപ്ഡ് ടു ഹെൽപ്പ് ആൻഡ് സെയിം വിത്ത് ദ എനിമി ഹി ഹാഡ് ഹെൽപ്ഡ് ടു സേവ് ഹിസ് ലൈഫ് ആൻഡ് ഇൻ ടേൺ ഹി മെയ്ഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹിസ് എനിമി. അല്ലെ, പകരം എന്താ ഉണ്ടായത്? അല്ലെ, അതിന് പകരം അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോപ്പ് ടു ഹെൽപ്പ്. അല്ലെ, അവിടെ നിന്നത് ആരെയാണ്? നമ്മുടെ ഹെർമിറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ, ഹെർമിറ്റിനെ മാത്രല്ല, ആ ബിയർഡഡ് പേഴ്സണെ എന്ത് ചെയ്തു? ഹെൽപ്പ് ചെയ്തു. ആൻഡ് സേവ് ഹിസ് ലൈഫ് ഓൾസോ. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുക കൂടി ചെയ്തു. അല്ലെ, അതിലുപരി എന്ത് ചെയ്തു? തന്റെ ശത്രുവായിട്ടുള്ള, തന്നെ കൊല്ലാൻ വന്ന ശത്രുവായിട്ടുള്ള അയാളുമായിട്ട് എന്ത് ചെയ്യാണ്? ഇനി നല്ലൊരു ബന്ധമാണ് ഉണ്ടാവാൻ പോകുന്നത്. അല്ലെ, ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. സോ ദ ഇമ്പോർട്ടന്റ് ടൈം ഈസ് ദ പ്രസന്റ് ടൈം. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശരിയായ പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ടൈം ഏതാണ്? പ്രസന്റ് ടൈം, ഇപ്പോഴാണ്. അല്ലെ, നൗ ഇറ്റ് ഈസ് ദ ഗുഡ് ടൈം, നൗ ഇസ് ദ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട് എവറിത്തിങ്. അല്ലെ, ഇപ്പോ പ്രസന്റ് ടൈം ആണ് എന്ത്? ദ ഇമ്പോർട്ടന്റ് ടൈം. ദ ഇമ്പോർട്ടന്റ് പേഴ്സൺ ഈസ് ഹു ഈസ് വിത്ത് അറ്റ് ദ പ്രസന്റ് മൊമെന്റ്. നമ്മളുടെ കൂടെ ആ പ്രസന്റ് മൊമെന്റിലുള്ള ആരാണോ അയാളാണ് ഇമ്പോർട്ടന്റ് പേഴ്സൺ. അയാളെയാണ് നമ്മൾ കേൾക്കേണ്ടത്. ആൻഡ് ദ റൈറ്റ് തിങ് ഈസ് ടു ഡു ഗുഡ് ഫോർ ദാറ്റ് പേഴ്സൺ. അപ്പൊ നമ്മളുടെ കൂടെയുള്ള ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അല്ലെ, നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതാണ് വേണ്ടത്. അല്ലെ, അപ്പോ ഇവിടെയുള്ള ഈ ഒരു 3 ചോദ്യങ്ങളായിരുന്നു നമ്മളുടെ കിങ്ങിന് ഉണ്ടായിരുന്നത്. ആ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന് ലഭിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെ, there are 3 questions. 3 ചോദ്യങ്ങൾ എന്ത് ചെയ്തു? രാജാവിനുണ്ടായിരുന്നു. അല്ലെ, ആരെയാണ് ഞാൻ എപ്പോഴാണ് ഒരു നല്ല കാര്യം തുടങ്ങേണ്ടത്, ഞാൻ ആരെയാണ് കേൾക്കേണ്ടത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള 3 ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ താൻ തന്റെ ലൈഫിൽ സക്സസ്ഫുൾ ആവുമെന്നും തനിക്ക് നല്ല രീതിയിൽ തന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാമെന്നും അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതിയായിട്ട് വിശ്വസിച്ചിരുന്നു. അദ്ദേഹം തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹം ഹെർമിറ്റിനെ കാണാൻ വരുന്നു. അവിടെ ഹെർമിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അന്നേ ദിവസം അവിടെ താമസിക്കാനുള്ള ഇടയാവുകയാണ്. അല്ലെ, ഒരാളെ സഹായിക്കുന്നു. ജീവൻ നഷ്ടപ്പെടാനിരുന്ന ഒരാളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അയാളെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താക്കി മാറ്റുകയാണ് ചെയ്തത്. അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു. അദ്ദേഹത്തിന്റെ പിടിച്ചെടുത്ത പ്രോപ്പർട്ടികൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ രാജാവ് ചെയ്തു. അല്ലെ, അപ്പോ ഹെർമിറ്റിനോട് പോവാൻ നേരം വീണ്ടും ചോദിക്കുകയാണ്, ഞാനിനി അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ആ ഉത്തരങ്ങൾ കിട്ടേണ്ടത് എന്ന് ചോദിക്കുമ്പോ കിങ്ങിന്റെ അടുത്ത് എന്താ പറയുന്നത്? യു ഹാവ് ഓൾറെഡി ഗോട്ട് യുവർ ആൻസേഴ്സ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ കിങ് എന്ത് ചെയ്യണം? വീണ്ടും ചോദിക്കാണ്, അതെങ്ങനെയാ? അപ്പൊ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഹെർമിറ്റ് എന്ത് ചെയ്തു? കൃത്യമായി പറഞ്ഞു കൊടുത്തു. അല്ലെ, ഇമ്പോർട്ടന്റ് ടൈം എന്നുള്ളത് ദ പ്രസന്റ് ടൈം, ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്നുള്ളത് ഹു ഈസ് വിത്ത് ദാറ്റ് അറ്റ് ദ പ്രസന്റ് മൊമെന്റ്. പ്രസന്റ് മൊമെന്റിൽ ആരാണോ നിങ്ങളുടെ കൂടെ ഉള്ളത് അയാളാണ് ഇമ്പോർട്ടന്റ് പേഴ്സൺ. ആൻഡ് ദ റൈറ്റ് തിങ്, ഏതാണ് ശരിയായ കാര്യം? അല്ലെ, ചെയ്യേണ്ട ശരിയായ കാര്യം എന്താണ്? റൈറ്റ് തിങ് ഈസ് ടു ഡു ഗുഡ് ഫോർ ദാറ്റ് പേഴ്സൺ. നിങ്ങളുടെ കൂടെയുള്ള ആരാണോ അയാൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതായിരുന്നു. സോ ദിസ് ഇസ് ദ സ്റ്റോറി. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. അല്ലെ, പിന്നെ ഇവിടെ കുറച്ച് ക്യാരക്ടർ സ്കെച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഹെർമിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഇവിടെ കുറച്ച് പിന്നെ ബിയർഡഡ് മാൻ, ഇവരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ചസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഹിയർ ദ ഷോർട്ട് സ്റ്റോറി ഈസ് ഒറിജിനലി റിട്ടൺ ഇൻ റഷ്യൻ. റഷ്യനിലാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ ടോൾസ്റ്റോയ്സ് ഷോർട്ട് സ്റ്റോറി ആന്തോളജി What Men Live By and Other Tales in 1903. This English translation is done by the Mods. This short story is categorized as a parable in seconds, didactic story in prose or verse എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, അപ്പോ ഇവിടെ എന്ത് ചെയ്യാണ്? വളരെ രസകരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞത്. 3 questions. Okay, I hope it's clear and you understood. Okay, thank you.